നമ്മൾ ഇനി എടുക്കാനുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് അല്ലേ? അതല്ലേ നമ്മൾ ഇനി എടുക്കാനുള്ളത്? അതുവരെ ഉള്ളതൊക്കെ എടുത്തില്ലേ? ഇല്ല, പേഷ്യന്റ് ഫ്ലോ എടുത്തിട്ടില്ല. ട്രീറ്റ്മെന്റ് റിസപ്ഷൻ വരെ എടുത്തു, ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല. ഓക്കെ, പേഷ്യന്റ് ഫ്ലോ എടുക്കണം അല്ലേ? ഓക്കെ, എടുത്തോളത്തോളം ആർക്ക് വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ? എടുത്തോളത്തോളം സംശയം വല്ലതെന്താ? ഇല്ല. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? അതോ എല്ലാവരും വെക്കേഷനൊക്കെ ആയപ്പോ അടച്ചു വെച്ച് ഇപ്പോഴാണോ തുറക്കണത്? ഇതിന്റെ ഇടയിലൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? വായിച്ചു. ഓക്കെ ഓക്കെ, വായിച്ചില്ല. ഓക്കെ, സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞപ്പോ വീട്ടില് വീട്ടുകാരൊക്കെ വന്ന് വായിക്കാൻ പറ്റിയില്ലല്ലേ? അതാണോ വായിക്കാഞ്ഞേ? അപ്പടച്ചു വെച്ചിട്ട് ഇന്ന് തുറന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കാം. ഓക്കെ, കറക്റ്റ് വിലാസിലി സത്യം പറഞ്ഞു. ഓക്കെ, അതാണ്. അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അതില് ഐസൊലേഷൻ ചോദിച്ചിരുന്ന ഒരാള് ലാസ്റ്റ് കഴിഞ്ഞ സമയത്താണ് ഞാൻ മെസ്സേജ് കണ്ടത്. ഐസൊലേഷന്റെ മെസ്സേജ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. ആരാണ് ഐസൊലേഷൻ ചോദിച്ചിരുന്നേ? ആശയ. ഓക്കെ, ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തുന്ന റൂം. ഒറ്റപ്പെടുത്തുന്ന റൂം എന്ന് പറയുന്നത് ഹോസ്പിറ്റലില് സ്പെഷ്യൽ റൂം. എന്ന് വെച്ചാൽ ചില പകർച്ചവ്യാധികളൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് അവർക്ക് മാത്രം സെപ്പറേറ്റ് വാർഡ് അല്ലെങ്കിൽ റൂം കൊടുക്കും. അങ്ങനെയുള്ള റൂമാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. എല്ലാവരെ കൂടി കൂട്ടിക്കലർത്തില്ല. അവർക്ക് വല്ല ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ മാറ്റി നിർത്തും. അങ്ങനെ ഒരു റൂമിലാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രിവെൻഷൻ അതൊക്കെ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഒറ്റപ്പെടുത്തുന്ന റൂം എന്ന് പറയുന്നതാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? ഇനി നമ്മുടെ ഏരിയസ് കഴിഞ്ഞു, പേഷ്യൻസ് ട്രയാഡ് കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് അല്ലേ എടുക്കാനുള്ളത് അല്ലേ? എക്സ്പ്ലെയിൻ ട്രയാഡ്. ട്രയാഡ് എന്ന് പറയുന്നത് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ട്രയാഡ്. ട്രയാഡ് എന്ന് പറയുന്നത് എമർജൻസി. ട്രയാഡ് എന്ന് പറയുന്നത് എമർജൻസി ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിന്, എമർജൻസി ഭയങ്കര സീരിയസ് ആയി വന്ന ഒരു പേഷ്യൻസിന് നമ്മൾ കെയർ കൊടുക്കണം. അതിനെ പറയണതാണ് ഈ ട്രയാഡ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും. നമ്മുടെ കാഷ്വാലിറ്റി തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ചെറിയൊരു സെക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതിന് സെപ്പറേറ്റ് ഉണ്ടാവും. എത്ര എമർജൻസി പേഷ്യൻസ് ആണെങ്കിലും ആ പേഷ്യൻസിന് ഒരു എമർജൻസി കെയർ കൊടുക്കും. അതാണ് ഈ ട്രയാഡ് എന്ന് പറയുന്നത്. എല്ലാ പേഷ്യന്റിനും ഒരൊറ്റ കറക്റ്റ് ആയിട്ട് നല്ല ഒരു എമർജൻസി നല്ല ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് അത്യാഹിതത്തിലുള്ള പേഷ്യന്റിന് മാത്രം, സാധാരണ നോർമലായ പേഷ്യന്റിന് അവിടെ കൊണ്ടുവരില്ല. ഓക്കെ, അതാണ് ഈ ട്രയാഡ് എന്ന് പറയുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ, അതാണ് ട്രയാഡ് എന്ന് പറയുന്നത്. അത്രയുള്ളൂ. പിന്നെ അതില് പറഞ്ഞത് 2 പോയിന്റ് ഒക്കെ പറഞ്ഞിരുന്നു. അതെന്താ പറഞ്ഞേ? should be triaged through a single point. ഒരൊറ്റ പോയിന്റിലൂടെയാണ് ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? അവർക്ക് മികച്ച പരിപാലനം, ഒപ്റ്റിമം കെയർ കൊടുക്കുക. ഒപ്റ്റിമം കെയർ എന്ന് പറയുന്നത് എന്താ? മികച്ചത്, ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് അവർക്ക് നമ്മൾ ഈ ട്രയാഡിൽ കൊടുക്കണം. അതാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രോഗികളെ അവരുടെ മെഡിക്കൽ ആവശ്യത്തിന് നല്ല കെയർ കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ
ഇപ്പൊ എമർജൻസി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സീരിയസ് ആയിരിക്കും, ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും ഫലിക്കണമെന്നില്ല. അവർക്കത് ചിലവർക്കായിരിക്കും പെട്ടെന്ന് നമ്മൾ കൊടുക്കണ മെഡിസിനോട് റിയാക്ട് ചെയ്യുന്നത്, ചിലവരത് റിയാക്ട് ചെയ്യില്ല. അപ്പൊ അവര് മരുന്നിനോട് റിയാക്ട് ചെയ്താൽ മാത്രമേ അവരെ നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനും അവരെ ആ മരുന്നുകൾ അവരുടെ ബോഡിയിൽ കറക്റ്റ് റിയാക്ട് ചെയ്യാനുള്ള എന്തെല്ലാം കാര്യക്ഷമമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ ആ ക്രമീകരണങ്ങൾ അത് ക്രമീകരിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഈ ട്രയാജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അത്ര ഉള്ളൂ അതിൽ പറയാൻ, വേറെ ഒന്നുമില്ല. അപ്പൊ അത് എമർജൻസി ട്രീറ്റ്മെന്റ്, ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ഈ ട്രയാജ് എന്ന് പറയുന്നത്. അത്ര ഉള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് റിസപ്ഷൻ ആണ്. റിസപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയാജ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ക്ലോസ് റിലേഷൻഷിപ്പ് ആയിട്ട് നമ്മുടെ ട്രയാജിനോട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ളത് ആർക്കാ? ഈ റിസപ്ഷൻ ആണ് അല്ലെ. ഇപ്പൊ കാഷ്വാലിറ്റി, ഇപ്പൊ ട്രയാജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണെന്ന്. ഈ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എവിടെയായിരിക്കും? അതിന്റെ ഫ്രണ്ടിൽ തന്നെ റിസപ്ഷൻ ഉണ്ടാവും ഇല്ലേ? കാഷ്വാലിറ്റിയിലായിരിക്കും. നമ്മൾ എത്ര സീരിയസ് ഉള്ള പേഷ്യന്റിന് ആദ്യം കൊണ്ടുവന്നത് കാഷ്വാലിറ്റിയിലല്ലേ. അപ്പൊ കാഷ്വാലിറ്റിയിലാണ് നമ്മൾ ഇത് കൊടുക്കണമെന്ന് വിചാരിക്കുക. കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ, എല്ലാ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ എന്തുണ്ടാവും? റിസപ്ഷൻ ഉണ്ടാവും ഇല്ലേ? നമ്മൾ പെട്ടെന്ന് അപ്പൊ തന്നെ ഫയൽ എടുക്കൂല. നമ്മൾ പേഷ്യന്റിന് ആദ്യം കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തതിന് ശേഷം പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറോട് നമ്മൾ പറയും, നിങ്ങൾ പോയി ചീട്ടെടുത്തുവാ എന്ന് നമ്മൾ നഴ്സുമാര് പറയും. അപ്പൊ തന്നെ ബൈസ്റ്റാൻഡർ പോയി ചീട്ടെടുക്കാനായിട്ട് റിസപ്ഷനിൽ പോകും അല്ലെ. അപ്പൊ അവര് തമ്മിൽ ഒരു നല്ലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയാജ്. ട്രയാജുമായിട്ട് അടുത്ത നല്ലൊരു ബന്ധം ആരായിട്ടുണ്ട് നിലനിർത്തണം. അവര് റിസപ്ഷൻ ആയിട്ടുണ്ട്. ആ ബന്ധം നന്നായിട്ട് നിലനിർത്തി പോണം ട്രയാജായിട്ട്. അപ്പൊ കാഷ്വാലിറ്റി ആണ് നമ്മളിപ്പോ ഇവിടെ ട്രയാജായിട്ട് സങ്കല്പിക്കെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പില് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയണത് റിസപ്ഷനിലായിരിക്കും അല്ലെ. അപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും റിസപ്ഷൻ വഴിയാണ് നമ്മൾ ബില്ലടിക്കണത്. പിന്നെ പെട്ടെന്ന് ഒരു എമർജൻസി ഓപ്പറേഷൻ വന്നാലും നമ്മൾ പറയും ഇത്രയും ഗ്യാസ് കൊണ്ടുപോയി നിങ്ങൾ റിസപ്ഷനിൽ കെട്ടിയിട്ട് വായു ഓപ്പറേഷന്റെ കാര്യങ്ങൾ. അപ്പൊ ഒക്കെ റിസപ്ഷനിലാണ് നമ്മൾ, വേറെ ആരുമായിട്ടും അവിടെ കോണ്ടാക്ട് ഇല്ല. എക്സ്റേ പെട്ടെന്ന് അയാൾക്ക് എക്സ്റേ എടുക്കണമെങ്കിലും റിസപ്ഷനിലായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ക്യാഷ് അടച്ചാൽ മാത്രമേ, എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും ക്യാഷ് അടച്ച് ബില്ല് കാണിച്ചാൽ മാത്രമേ സീരിയസ് ഉള്ള ഏത് പേഷ്യന്റ് ആയാലും എന്ത് ചെയ്യുള്ളൂ അല്ലെ. അവിടെ ക്യാഷിനാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാ? റിസപ്ഷനിലാണ്. റിസപ്ഷനിലാണ് ഇതിന്റെ ഫുൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ പേഷ്യന്റിന് ക്ലെയിം ഉണ്ടെങ്കിൽ ക്ലെയിം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ റിസപ്ഷൻ വഴിയാണ് ബാക്കി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോണത് അല്ലെ. ഞങ്ങൾക്ക് മനസ്സിലാവണുണ്ടാ? എന്റെ ചേർന്നേക്കണ കാരണം എനിക്ക് ഇത്ര എടുക്കാൻ പറ്റണുള്ളൂ. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണുണ്ടാ? ഇതല്ല എന്തെങ്കിലും ഇല്ല? ഓക്കെ, മനസ്സിലാവണില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മള് ഓക്കെ പിന്നെ റിസപ്ഷൻ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ആഫ്റ്റർ ട്രയാജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. എന്ന് വെച്ചാൽ അവിടുത്തെ ട്രയാജ് ഒരു പേഷ്യന്റിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ വയസ്സ്, പിന്നെ പേഷ്യൻസിന്റെ ജാതി ഏതാണ്, പേഷ്യന്റിന് മുമ്പ് ഇങ്ങനെ വല്ല അസുഖം ഉണ്ടായിട്ടുണ്ടാ, ഇപ്പൊ എങ്ങനെ ഇതുണ്ടായി, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. എവിടെ റെക്കോർഡ് ചെയ്യണം? റിസപ്ഷനില് ക്ലറിക്കൽ സ്റ്റാഫ്. അവിടെ ഒരു ക്ലർക്ക് ഉണ്ടാവും. ആ ക്ലർക്കിലുള്ള ആ സ്റ്റാഫ് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ, പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. ആഫ്റ്റർ ട്രയാജിന് ശേഷം, എമർജൻസി ട്രീറ്റ്മെന്റിന് കൊടുത്തതിന് ശേഷം, ഒരു പേഷ്യന്റ് ഫസ്റ്റ് വന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കും. എമർജൻസി ഭയങ്കര ക്രിട്ടിക്കലായ പേഷ്യന്റിന് ഓടിപ്പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ എടുത്തിട്ട് വായോ ഇതിന് എന്നിട്ട് മരുന്ന് കൊടുക്കാന്ന് ഒരു ഹോസ്പിറ്റലും പറയില്ല. ആദ്യം തന്നെ അവരൊരു ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ വലിയ വലിയ കാര്യങ്ങൾക്ക് എമൗണ്ടിന്റെ, ഒരു പേഷ്യന്റിന് കുഴപ്പമില്ല ഈ ഒരു സാഹചര്യത്തില് മറ്റേ അപകടനില തരണം ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ബില്ലുകളൊക്കെ അവർ കൊടുക്കുള്ളൂ അല്ലെ. അപ്പൊ അത് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ പറയും നിങ്ങൾ ബില്ലടിച്ചിട്ട് വായോ, നമ്മളുടെ ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും, റിസപ്ഷനിൽ പോയി ബില്ലടിച്ചിട്ട് വായോ എന്നൊക്കെ നമ്മളെടുത്ത് പറയും. അപ്പൊ അതാണ് ആഫ്റ്റർ ട്രയാജിന് ശേഷം ഒരു പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകളൊക്കെ അവിടുത്തെ ക്ലറിക്കൽ സ്റ്റാഫ് എല്ലാം റെക്കോർഡ് ചെയ്യണം. അതാണ്
പിന്നെ എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റൈസ്ഡ് ഓർ ഓൾഡ് വൺ റിട്രൈവ് എന്ന് വെച്ചാൽ എന്താ, ഒരു സ്റ്റാർത്ത രോഗികളുടെ നമ്മൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. അതുപോലെ രോഗികളുടെ വിശദാംശങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അതിനോടൊപ്പം തന്നെ പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേഷ്യന്റ് അവിടെ വന്നുകൊണ്ടിരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് പുതിയ റെക്കോർഡ് എടുക്കാം, മെഡിക്കൽ റെക്കോർഡ് സൈഡ്. എന്നിട്ട് ദ ഓൾഡ് വൺ റിട്രീവ്ഡ് പഴയ റെക്കോർഡ് അവിടെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. പുതിയ റെക്കോർഡ് എടുത്തതിന് ശേഷം പഴയ റെക്കോർഡ് വീണ്ടെടുക്കാൻ വേണം. അതാ പറഞ്ഞ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ പഴയ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് വീണ്ടെടുത്തിട്ട് വേണം പേഷ്യന്റിനെ എന്ത് ചെയ്യാൻ, ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ. അത് ട്രയാജിന് ശേഷമാണ്, ആഫ്റ്റർ ട്രയാജ് ആണ്. ഓക്കെ, ആഫ്റ്റർ ട്രയാജിന് ശേഷം പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ ക്ലറിക്കൽ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പഴയ റെക്കോർഡ് അവിടെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണം, ഇല്ലെങ്കിൽ പുതിയ റെക്കോർഡ് മെഡിക്കൽ റെക്കോർഡ് കൊടുക്കാൻ വേണം. അതാ പറഞ്ഞത് 3 പോയിന്റ്. റിസപ്ഷനിൽ അത്രയും കാര്യങ്ങൾ ചെയ്യണുള്ളൂ. റിസപ്ഷന്റെ ഡ്യൂട്ടിയാണ് ഈ 3 പോയിന്റ്. ഫസ്റ്റ് അവർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, അല്ലെ, ട്രയാജുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്. രണ്ടാമത് അവരുടെ ഡീറ്റെയിൽസ് ആയ റെക്കോർഡുകൾ മുഴുവനും ക്ലറിക്കൽ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്, ആദ്യത്തെ റെക്കോർഡ് അവിടെ ഉണ്ടെങ്കിൽ, പഴയ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. പുതിയ റെക്കോർഡ് എടുക്കുമ്പോൾ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈ സൈഡ് റൈസ്ഡ് ദ ഓൾഡ് വൺ റിട്രീവ് എന്ന് വെച്ചാല് പുതിയ റെക്കോർഡുകൾ അവിടെ ഉണ്ടെങ്കിൽ പുതിയ റെക്കോർഡ് എടുക്കുക, അല്ലെങ്കിൽ പഴയത് ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ വേണം. അതാണ് 3 പോയിന്റ് റിസപ്ഷന്റെ ഡ്യൂട്ടി പറഞ്ഞത്. ഇനി ട്രീറ്റ്മെന്റ്, ഇനി എങ്ങനെയാണ് പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാം? പേഷ്യന്റ് മേ ബി ഡയറക്റ്റഡ് ടു റിസസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ, മെഡിക്കൽ ഇമാജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയ, എമർജൻസി ട്രീറ്റ്മെന്റ് ഈസ് ഇനിഷ്യേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ ട്രയാജ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തു, അതിനുശേഷം റിസപ്ഷനിൽ വന്നു. നെക്സ്റ്റ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഈ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം? പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകണം. എവിടെ കൊണ്ടുപോകണം? നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് റിസസിറ്റേഷൻ ഏരിയ. റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് എന്താ? റിസസിറ്റേഷൻ എന്ന് പറയുന്നത് പുനരുജ്ജീവനം എന്നാണ്. റിസസിറ്റേഷൻ മീൻസ് എന്താ? പുനരുജ്ജീവനം. അതെന്ന് വെച്ചാൽ എന്താ, ഇവർക്ക് ഇങ്ങനെ എല്ലാ പേഷ്യന്റും ഇതായിരിക്കണം എന്നില്ല. എങ്ങനെയായിരിക്കും പേഷ്യന്റിന്റെ കണ്ടീഷൻ? എമർജൻസി ട്രീറ്റ്മെന്റിന് വരുന്ന പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും മിക്ക പേഷ്യന്റും. അപ്പൊ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് നമ്മളെ ട്രയാജ് വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ആ പേഷ്യന്റിന്റെ എങ്ങനെയായിരിക്കും? ഇതിനു മുമ്പ് നമ്മൾ റിസസിറ്റേഷൻ ഒരു ഇതിൽ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ പഠിച്ചവർക്ക്? പുനരുജ്ജീവനത്തിന്റെ നമ്മൾ റിസസിറ്റേഷൻ ഇതിനു മുമ്പ് പഠിച്ചത്. ബോധം അവരെ നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ, അതാണ് നമ്മൾ ഇത് പറയണത്. ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ കൊടുക്കും. അപ്പൊ റിസസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് അവർക്ക് പുനരുജ്ജീവനം കൊടുക്കുകയാണ്. അവര് വരുന്ന ബോധാവസ്ഥയിൽ വരുന്ന പേഷ്യന്റിന് ഒരു CPR ഇല്ല. CPR പുനരുജ്ജീവനം നമ്മൾ ലാസ്റ്റത്തെ അറ്റംപ്റ്റ് ആണ്. അത് നമ്മളിപ്പോ ഇവിടെ എടുക്കണില്ല. നമ്മൾ CPR പഠിച്ചത് മുന്നേ വേറെയിലായിരുന്നു. ഇവിടെ സാധാരണ പെട്ടെന്ന് പേഷ്യന്റിനെ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും പേഷ്യന്റ്, അല്ലെ? പേഷ്യന്റ് അപ്പൊ ആ ഒരു പുനരുജ്ജീവനം കൊടുക്കാനുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് പേഷ്യന്റ് ഒബ്സർവേഷൻ ഏരിയയിൽ നമ്മൾ കിടക്കും. ക്യാഷ്വാലിറ്റി തന്നെ ഒരു 5-6 ബെഡിൽ അടുപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ഒരു ബെഡിൽ കിടത്തിയിട്ട് നമ്മൾ പറയും പേഷ്യന്റിന്റെ ഒബ്സർവേഷൻ കിടത്തിയേക്കാണെന്ന് നമ്മളോട് വന്ന് പറയും പേഷ്യന്റിന്. അപ്പൊ ആ ഒബ്സർവേഷൻ എന്ന് പറയണത് ചിലപ്പോ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 6 hours, അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ എന്താ അങ്ങനെ വരാൻ കാരണം? ഫസ്റ്റ് തന്നെ പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഈ ട്രയാജിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ആ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ആ ഒരു ഇതും പേഷ്യന്റിന്റെ കണ്ടീഷനും ഈ മരുന്നിന്റെ എഫക്റ്റും ഒക്കെ കൂടി പേഷ്യന്റിന്റെ ആ ഒരു ഡോക്ടർമാർക്ക് ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ടില്ല. കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഏകദേശം ഒന്നല്ലെങ്കിൽ ഒരു ദിവസം കഴിയണം, അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കഴിയണം എന്ന് ഡോക്ടർ പറയും. കാരണം മരുന്ന് അവർക്ക് പിടിച്ചു തുടങ്ങണുണ്ടോ? അവര് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റ് അല്ലേ, സാധാരണ നോർമൽ ലെവലല്ല. അപ്പൊ തന്നെ നമുക്ക് പേഷ്യന്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ നമ്മൾ ഒബ്സർവേഷന്, അതാണ് ഈ റിസസിറ്റേഷൻ പുനരുജ്ജീവന ഒബ്സർവേഷന് കിടക്കുന്നത്. അവിടെ ഒരു നഴ്സ് കൂടെ എപ്പോഴും ഉണ്ടാവും. കാരണം പേഷ്യൻസിന്റെ ICU ഒക്കെ പോലെ തന്നെ, ICU അല്ല, ഇവരെ കൂടെ തന്നെ ഓപ്പൺ ആയിട്ടാണ് കാഷ്വാലിറ്റിക്കുള്ളിൽ നമ്മൾ അങ്ങനത്തെ ഒരു ബെഡിനകത്തുണ്ടാവും. ഒരുപാട് കാഷ്വാലിറ്റി തന്നെ ഒരുപാട് ബെഡുകള് സ്ക്രീനൊക്കെ വെച്ച് മറച്ചിട്ടുണ്ടാവും. അതിലൊരെണ്ണത്തിൽ അവർ കിടത്തിയിട്ട് അവിടെ തന്നെ പേഷ്യന്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഏരിയ. അല്ലെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് പേഷ്യന്റിന് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക്, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ റെഫർ ചെയ്യാനായിട്ട്. ഡോക്ടർ ഇപ്പൊ പേഷ്യന്റ് വന്നത് വേറെ എന്തെങ്കിലും വല്ല പോയിസൺ കഴിച്ചിട്ടായിരിക്കും ഈ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയത്. പോയിസൺ കഴിക്കണ പോണ വഴിക്കൊക്കെ പേഷ്യന്റിനുള്ള ഇന്റേണൽ ഓർഗൻസിന്, പല ഇന്റേണൽ ഓർഗൻസിന് എന്ത് പറ്റി, ഡാമേജ് പറ്റി. അത്രയും പോയിസൺ ആ പേഷ്യന്റ് കഴിച്ചു. പക്ഷെ പേഷ്യന്റിന് ഇപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ആ പേഷ്യന്റിന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന, കാഷ്വാലിറ്റിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ എന്ത് ചെയ്യും, വേറെ പേഷ്യന്റിന് എന്താ വെച്ചാൽ കിഡ്നിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഈ പേഷ്യന്റ് പോയിസൺ കഴിച്ചിട്ട് ഉള്ളിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ എന്നും പറഞ്ഞ് ഒരു കൺസൾട്ടേഷൻ ചിലപ്പോ വേറൊരു ഹോസ്പിറ്റലില്, വേറെ ഡോക്ടർക്ക് അവിടെ തന്നെ ഇരിക്കുന്ന ഹോസ്പിറ്റലില് അവിടുത്തെ തന്നെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്, ഇപ്പൊ കിഡ്നിക്ക് മാത്രം കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ ആ ഡോക്ടറെ വേണമെങ്കിൽ റെഫർ ചെയ്യാം. അങ്ങനെ പിന്നെ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ എന്ന് പറയുന്നത് എന്താ, ഫാസ്റ്റ് ട്രാക്ക് ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടാനുള്ള ആ ഒരു ഏരിയ. പിന്നെ മെഡിക്കൽ ഇമേജിംഗ് വെയിറ്റിംഗ് ഏരിയ, എമർജൻസി ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റീവ്, ഇവിടെയൊക്കെ നമുക്ക് എമർജൻസി ട്രീറ്റ്മെന്റിന് കിട്ടാൻ പറ്റും. അപ്പൊ എമർജൻസി ട്രീറ്റ്മെന്റ് കിട്ടുന്നത് നേരിട്ട് പേഷ്യന്റിന് കിട്ടുന്ന സ്ഥലങ്ങളാണ് ആ പറഞ്ഞത്. റിസസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ഏരിയ, മെഡിക്കൽ ഇമാജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയ, എമർജൻസി ട്രീറ്റ്മെന്റ് ഇനിഷ്യേറ്റീവ്. ഇവിടെയൊക്കെ നമുക്ക് പേഷ്യന്റിനെ നേരിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എന്ത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിലും ആ പേഷ്യന്റിന്റെ ഒക്കെ നമുക്ക് നേരിട്ട് ഇന്ന സ്ഥലത്തേക്കൊക്കെ, ഇവിടെ ഇത്രയും സ്ഥലത്ത് ഈ പറഞ്ഞ ഏരിയയിലൊക്കെ നമുക്ക് പേഷ്യന്റിന് പെട്ടെന്ന് കെയർ കിട്ടും. അവിടെ ഒബ്സർവേഷൻ പോലെ തന്നെ നോക്കാനായിട്ട് നഴ്സുമാർ 24 മണിക്കൂറും. ഡേ ഡ്യൂട്ടി ഉള്ള സിസ്റ്റർ ആണെങ്കിൽ ആ സിസ്റ്റർ പോകുമ്പോൾ അതിനപ്പുറത്ത് ഈ പേഷ്യന്റിനെ വാച്ച് ചെയ്യാൻ വേണ്ടി, പേഷ്യന്റിന് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ ഓരോ മിനിറ്റിനും വിലയുണ്ട് അല്ലെ. ഒരു മിനിറ്റിൽ ആ പേഷ്യന്റിന്റെ PPR ചാർട്ട് എഴുതണം, പൾസ് റെസ്പിറേറ്ററി, പിന്നെന്താ ടെമ്പറേച്ചർ, പേഷ്യന്റിന് പ്രഷർ കൂടുന്നുണ്ടോ, പേഷ്യന്റിന് ശ്വാസം ബ്രീത്ത് ഒരു മിനിറ്റിൽ എത്ര ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഫുൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ട്രീറ്റ്മെന്റ് ഏരിയ. ഇനി പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ്, അതെല്ലാ പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് അല്ല. നമ്മുടെ ട്രയാജ് എങ്ങനത്തെ പേഷ്യന്റിനാ പറയണേ, എമർജൻസി പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പേഷ്യന്റ് ഫ്ലോ ആണ്, പേഷ്യന്റ് പോണ വഴി എമർജൻസി ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, വേറെന്തെങ്കിലും കൗണ്ട് നിങ്ങൾക്ക് കയറി വരുന്നുണ്ടോ? എന്തെങ്കിലും കൗണ്ട് കയറി വരുന്നുണ്ടോ നിങ്ങൾക്ക് ഇടയില് ബുദ്ധിമുട്ട് പോലെ? ഇല്ലല്ല, കുഴപ്പമൊന്നുമില്ലല്ല, ഉണ്ട്. ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ടോ? ഇടക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ പരിപാടി തോന്നുന്നു ഇടക്ക് ഇവിടെ. ഓക്കെ. നെക്സ്റ്റ് റീവാലുവേഷൻ. റീവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം. റീവാലുവേഷൻ എന്ന് വെച്ചാൽ പുനർമൂല്യീകരണം എന്ന് വെച്ചാൽ എന്താ, പേഷ്യന്റിന്റെ എമർജൻസി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, എല്ലാ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ പേഷ്യന്റിനെ ഒരു റീവാലുവേഷൻ ചെയ്യണം. അതെങ്ങനെ? ഇ ഡി എന്താ നമ്മൾ പഠിച്ചില്ല? ആരെങ്കിലും പറഞ്ഞിട്ട് എടുത്തേ. ഇടി എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ will reevaluate patient condition after treatment and assess test results because the results may give them additional insight into the type of treatment you need. എന്ന് വെച്ചാൽ എന്താ അവിടെ പറഞ്ഞത്, ചികിത്സയ്ക്ക് ശേഷം ട്രീറ്റ്മെന്റിന് ശേഷം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ രോഗിയുടെ അവസ്ഥ വീണ്ടും വിലയിരുത്തുകയും ആ അവസ്ഥ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ നമ്മളെ ആ പേഷ്യന്റിനെ എങ്ങനെയാണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അതിനെ വിലയിരുത്തിയിരുന്ന ഫിസിഷ്യൻ പേഷ്യന്റിനെ പിന്നീട് വീണ്ടും വന്നുകൊണ്ട് വിലയിരുത്തുകയാണ് ഈ രോഗിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്. അങ്ങനെ വീണ്ടും വിലയിരുത്തുകയും പരിശോധന ഫലങ്ങൾ റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ പേഷ്യന്റിനെ ഒരു 24 മണിക്കൂറും കഴിഞ്ഞു പേഷ്യന്റിനെ നമ്മള്
ഇതൊക്കെ കഴിഞ്ഞു ഒബ്സർവേഷനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ 24 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ പേഷ്യന്റിന് എക്സ്റേ എടുത്തിട്ടുണ്ടാവും, സ്കാൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനത്തെ ECG എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകൾ, പരിശോധന ഫലങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഏത് മൊഡ്യൂളാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ വേണം പേഷ്യന്റിന് ഈ കെയർ ഒക്കെ കൊടുത്തതിന് ശേഷം ഇത് റിവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുകയും വേണം. അങ്ങനെ വിലയിരുത്തി പിന്നീട് എന്താ പറഞ്ഞേ, ദെൻ അഡീഷണൽ ഇൻസൈറ്റ് ഇൻ ടു ടൈപ്പ് ട്രീറ്റ്മെന്റ് യൂസ്. എന്നിട്ട് എന്താ, അവർക്ക് ആവശ്യമുള്ള ചികിത്സയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, അവർക്ക് ഇടക്കിടക്ക് കട്ടായി പോകുന്നു മേഡം, ഒരുപാട് പേർക്ക് കട്ടായി പോകുന്നുണ്ട്. അത് ഒരാൾക്ക് രേവതിക്ക് മാത്രമാണോ? എല്ലാവർക്കും പ്രശ്നമുണ്ടാ? ഇല്ല. അപ്പൊ രേവതിയുടെ നെറ്റിന്റെ പ്രോബ്ലം ആണ്. രേവതി ഒന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യും, ശരിയാവും. ഓക്കെ, അപ്പൊ റീ ഇവാലുവേഷൻ എന്ന് പറയണതിൽ വേറെ ഒന്നുമില്ല. ആ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏത് ഡോക്ടറാണോ ആ ഡോക്ടർ കുറച്ചു നേരം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ വീണ്ടും പേഷ്യന്റിന്റെ അവസ്ഥ, പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും അതുപോലെ തന്നെ പേഷ്യന്റിന് ഒരുപാട് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, മേ ബി റിസൾട്ട്സ്, ഒരുപാട് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടാവും. ആ റിസൾട്ട്സ് ഒക്കെ കൂടി പരിശോധിക്കുക, വീണ്ടും പരിശോധിക്കുക. ഒരു പ്രാവശ്യം പരിശോധിച്ച് ട്രീറ്റ്മെന്റ് കൊടുത്തു, വീണ്ടും പരിശോധിക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടോ പേഷ്യന്റിന്, എന്താണ് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്ന് എല്ലാ റിസൾട്ടുകളും പരിശോധനകൾ ഒന്നുകൂടി റിസൾട്ട് ആയിട്ട് നോക്കുക, അതിനെ വിലയിരുത്തുകയും ചെയ്യണം. എന്നിട്ട് പിന്നെന്താ, പേഷ്യന്റിന് ഒരുപാട് ആവശ്യമുള്ള അഡീഷണൽ ഇൻസൈറ്റ്, പേഷ്യന്റിന് ബൈസ്റ്റാൻഡർക്കും പേടിയായിരിക്കും. ഇനി പേഷ്യന്റിന് എന്താണ് സംഭവിക്കുക, ഇനി രക്ഷപ്പെടും, ഒരു പോയിസൺ ഒക്കെ കഴിച്ച് ഉള്ളിൽ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ മാറ്റി ഡോക്ടർ ഒരുവിധം കണ്ടീഷനൊക്കെ കൊണ്ടുവന്നാക്കി വന്നാലും പേഷ്യന്റിനും ബൈസ്റ്റാൻഡർക്കും ടെൻഷൻ ആയിരിക്കും അല്ലെ. ബൈസ്റ്റാൻഡറിനായിരിക്കും കൂടുതൽ ടെൻഷൻ. ഏടാ നിന്റെ കിഡ്നി അടിച്ചു പോയടാ, നിന്റെ കരളടിച്ചു പോയടാ എന്നൊക്കെ പറഞ്ഞ് ഈ പേഷ്യന്റിനെ വന്ന് എന്ത് ചെയ്യും, പേഷ്യന്റ് ചിലപ്പോ മരിച്ചു പോണത് എന്തുകൊണ്ടായിരിക്കും, ഇതിന്റെ ഷോക്ക് കയറ്റി വല്ല അറ്റാക്ക് വന്നായിരിക്കും പേഷ്യന്റ് മരിക്കുന്നത്. അത്രയും പേര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡീഷണൽ ഇൻസൈറ്റ് ഇൻ ടു ടൈപ്പ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർക്ക് ഈ ഇതിനെ കുറിച്ച് അറിയണം, ഇനി ട്രീറ്റ്മെന്റ് ചെയ്താൽ ഫലം ഉണ്ടാ, ഇനി രക്ഷപ്പെടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് കറക്റ്റ് ഒരു എന്ത് കൊടുക്കണം, ഒരു ക്ലാസ് അവർക്ക് കൊടുക്കണം. അഡീഷണൽ ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഉൾക്കാഴ്ച, എക്സ്ട്രാ ഒരു ഉൾക്കാഴ്ച അഡീഷണൽ ആയിട്ട് ഈ പേഷ്യന്റിനെ കുറിച്ച്. പേഷ്യന്റിന് ഇനി കുഴപ്പമില്ല, ഇനി ബെറ്റർ ആയിക്കോളും, മരുന്നൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഒരുവിധൊക്കെ നോർമൽ ആയിട്ടുണ്ട്, കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഫിസിഷ്യൻ പറയണം. ഏത് ഫിസിഷ്യനാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ പറയണം. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ വന്ന് എല്ലാ റിസൾട്ട്സും വന്ന് നോക്കുകയും വേണം, പരിശോധിക്കുകയും വേണം, അതൊക്കെ റിവാലുവേറ്റ് ചെയ്ത് അതിനെ വിലയിരുത്തുകയും വേണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങള്, പേഷ്യന്റിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉൾക്കാഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി വേണം. അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ട്രീറ്റ്മെന്റിന്റെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് റീ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ചാർജ്. അങ്ങനെ പേഷ്യന്റിന്റെ അസുഖമൊക്കെ കഴിഞ്ഞു, പേഷ്യന്റിന്റെ എമർജൻസി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല, പേഷ്യന്റ് എന്തായി, നോർമലായി, പേഷ്യന്റിനെ ഡിസ്ചാർജ് ആയി. ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. എന്താ, പേഷ്യന്റിനെ ആ ഒരു സ്റ്റെബിലൈസേഷൻ, പേഷ്യന്റിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി, അതിനുശേഷം പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ടു ബി റിമൂവ്ഡ്, പേഷ്യന്റിനെ റിമൂവ് ചെയ്തു എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, മാറ്റി. ഓക്കെ, അതാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താ, all patients receive written home care instructions to follow when discharged. Referral can be made based on facilities of hospital and patient condition needed. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, പേഷ്യന്റിനെ എങ്ങനെ വന്ന പേഷ്യന്റാ, ഭയങ്കര എമർജൻസി ട്രീറ്റ്മെന്റിന് വന്ന പേഷ്യന്റ് ആണ് അല്ലെ. എമർജൻസി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര കണ്ടീഷൻ, ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്ന പേഷ്യന്റിന്റെ എല്ലാം കഴിഞ്ഞ് പേഷ്യന്റിനെ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഹോം കെയർ കാര്യങ്ങൾ. പേഷ്യന്റ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം വേണ്ടേ. ഇവിടുന്ന് അത്രയും സീരിയസ് ആയി കിടന്ന പേഷ്യന്റ് ആണ് ഇനി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോണത്. അപ്പൊ അവരോട് പറയണം നമ്മൾ എന്താ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, അവർക്ക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കണം. ഹോം കെയർ. അപ്പൊ പേഷ്യന്റ് റിസീവ് റിട്ടേൺ ഹോം കെയർ അത് എഴുതി നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രേഖാമൂലം
നമ്മൾ എഴുതി തയ്യാറാക്കി അവരോട് പറയണം ഹോം കെയറിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ അവസ്ഥയും അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ അതിനെ റെഫർ ചെയ്യാനായിട്ട്. ആ പേഷ്യന്റിന് ഹോസ്പിറ്റൽ സൗകര്യം എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചില വീടുകളിൽ പേഷ്യന്റിന് ഓക്സിജൻ വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ അവരോട് ചോദിക്കാൻ പേഷ്യന്റിന് ഓക്സിജൻ വേണം, ഓക്സിജൻ ലെവൽ കുറവാണ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കും, ബെഡ് അടക്കം അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമുക്ക് വീട്ടില് ഒരു ഹോസ്പിറ്റൽ പോലെ കിടക്കാനുള്ള സജ്ജീകരണം ഹോസ്പിറ്റലുകാർ നമുക്ക് ചെയ്തു തരും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർ പറയും ഞങ്ങൾക്ക് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് വേണം, പേഷ്യന്റിന് ഒന്നുകൂടി ആരോഗ്യം കിട്ടണ വരെയും ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് വേണം, അവിടുത്തെ ഫെസിലിറ്റീസ് വേണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇത് അറിഞ്ഞ് അവർക്ക് അവിടുത്തെ പറഞ്ഞ് ചെയ്ത് നമ്മൾ കൊടുക്കണം. പേഷ്യന്റിന്റെ കണ്ടീഷൻ ഈസ് നീഡഡ്, കണ്ടീഷൻ പേഷ്യന്റിന്റെ ആവശ്യമെങ്കിൽ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അത്രയേ ഉള്ളൂ ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഇതിൽ ട്രയാജില് പേഷ്യന്റ് ഫ്ലോ, പേഷ്യന്റ് എങ്ങനെ ഫ്ലോ ചെയ്യണേന്നാണ് ആ പറഞ്ഞത്. പേഷ്യന്റ് ഫ്ലോ എന്ന് പറയാൻ എന്താ, ഇവിടെ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ ആ പേഷ്യന്റിന്റെ എങ്ങനെയാണ് ഫ്ലോ ആയിരുന്നത് നമ്മൾ അതിലാണ് ഫസ്റ്റ് ട്രയാജ് വന്നത്. ട്രയാജില് ഫസ്റ്റ് ഒന്നുമില്ല, അതിന്റെ എമർജൻസി ട്രീറ്റ്മെന്റ് ഒരു പേഷ്യന്റിന് കൊടുക്കണം. അതുപോലെ മികച്ച ഏറ്റവും മികച്ചത് ഒപ്റ്റിമം കെയർ ആയിരിക്കണം പേഷ്യന്റിന് കൊടുക്കേണ്ടത്. പേഷ്യന്റിന് കൊടുക്കേണ്ടത് മികച്ച ട്രീറ്റ്മെന്റ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത് റിസപ്ഷൻ, അവർ തമ്മിലൊരു ക്ലോസ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ബില്ലിങ്ങിന്റെ പേഷ്യന്റിന്റെ ഇതൊക്കെ ഉള്ളത് റിസപ്ഷൻ ആയതുകൊണ്ട് റിസപ്ഷൻ ആയിട്ട് റെക്കോർഡ് അവിടുത്തെ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ എടുക്കുന്നതിന് മുമ്പ് പഴയതുണ്ടെങ്കിൽ പഴയ റെക്കോർഡ് വീണ്ടെടുക്കണം, റിട്രീവൽ ചെയ്യണം. പിന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നല്ല കറക്റ്റ് ആയിട്ട് നല്ല ഇതിലായിരിക്കണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. റിസസിറ്റേഷൻ ഏരിയ അങ്ങനെയുള്ള ഏരിയകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ഇമേജിംഗ്, വെയിറ്റിംഗ് ഏരിയ, എമർജൻസി അങ്ങനത്തെ ഉള്ള ഇതിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. പിന്നെ ഒരു ഫിസിഷ്യൻ വന്ന് ഇവാലുവേഷൻ ചെയ്യാം, അവരെ റിസൾട്ടുകളൊക്കെ ഫുള്ള് പരിശോധിക്കാം, കുഴപ്പമില്ലാന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ ഇത് ചെയ്യാം. പിന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഒന്നുമില്ല ഡിസ്ചാർജിൽ എന്താ പറയണേ, അവര് സ്റ്റേബിളായി കുഴപ്പമില്ല, അവര് വന്ന കണ്ടീഷനൊക്കെ മാറി ഇപ്പൊ നല്ല പുതിയ കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഹോം കെയർ വീട്ടിൽ ചെന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ ഈ 6 പോയിന്റ്. ഓക്കെയാണോ? അത്രയും കാര്യങ്ങൾ പേഷ്യന്റ് ഫ്ലോ പറഞ്ഞത് ഓക്കെയാണോ? ഓക്കെയാണ്. ആരാണ് 2, 2, 5, 5, 6 എന്നുള്ളത് ആരാണ്? ഇപ്പൊ ഒരു നമ്പർ മാത്രമല്ല. ഓക്കെ. നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സ്. എന്താണ് വർക്ക് ഫോഴ്സ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത് ടോപ്പിക് മറന്നു പോകരുത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് എങ്ങനെയാണെന്നാണ്, വർക്ക് ഫോഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് കെയറിൽ ആദ്യം ഉണ്ടായിരിക്കണം ഒരു കാഷ്വാലിറ്റിയില് ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കണം. കാഷ്വാലിറ്റിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പറ്റുള്ളൂ. കാഷ്വാലിറ്റിയില് സാധാരണ ലെവലില് കാഷ്വാലിറ്റിയിൽ എപ്പോഴും ഇരിക്കുന്നത് ആരായിരിക്കും? ഒരു ഡ്യൂട്ടി ഡോക്ടർ ആയിരിക്കും. നൈറ്റ് ഒക്കെ ചെല്ലുമ്പോൾ മെയിൻ ഡോക്ടേഴ്സ് ഒക്കെ പിറ്റേ ദിവസം ഓപ്പിയിലാണ് വന്നിരിക്കുന്നത് അല്ലെ. മെയിൻ ഡോക്ടേഴ്സ് സർജന്മാരൊക്കെ ഓപ്പിയിലാണ് വന്നിരിക്കുക. കാഷ്വാലിറ്റിയിൽ ഒന്നല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർ ആയിരിക്കും. അപ്പൊ അവർക്ക് ഇന്ന ഓരോ ഡ്യൂട്ടി ഉണ്ടാവും. നൈറ്റ് വന്ന ഡ്യൂട്ടി ഡോക്ടർ നൈറ്റ്, പിന്നെ ഡേ ആവുമ്പോ വേറെ ഡോക്ടർ, അങ്ങനെ ആയിരിക്കും. പക്ഷെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ കാഷ്വാലിറ്റിയിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും അറിയണം ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. കൺസൾട്ടന്റുമാർ എന്ന് പറഞ്ഞാൽ കൺസൾട്ടന്റ് എന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്യണത്. നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സ് ഒപ്പിയിൽ മാത്രമാണ് മെയിൻ ഡോക്ടേഴ്സ് ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ ഓക്കെ. അപ്പൊ ചില ഒപിയിലൊക്കെ എങ്ങനെയായിരിക്കും? ചില ഒപികളിലൊക്കെ ഓങ്കോളജി ഡോക്ടേഴ്സ് ഒക്കെ ഡെയിലി ഒന്നും വന്നിരിക്കില്ല ചില ഹോസ്പിറ്റലിൽ. ചില ഓങ്കോളജിക്ക് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഡെയിലി ഉണ്ടാവും. പക്ഷെ ചില ഹോസ്പിറ്റലിലൊക്കെ ഓങ്കോളജി ഡോക്ടറൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ വന്നിരിക്കുള്ളൂ. അത് കണ്ടിന്യൂസ് വന്നിരിക്കില്ല. അവര് പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നായിരിക്കും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ 2 ദിവസം ഇരിക്കും,
അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വേറെ ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഡേറ്റ് നോക്കി ബുക്ക് ചെയ്യും, ആ ഡേറ്റ് നോക്കി പോകും. അപ്പൊ അതുപോലെ തന്നെ കൺസൾട്ടൻസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസൾട്ടന്റ്, നല്ലൊരു മെയിൻ ഡോക്ടേഴ്സ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കണം, അവിടെ അവൈലബിൾ ആണ്. അതാണ് ഫസ്റ്റ്. അപ്പൊ ആദ്യം ക്യാഷ്വാലിറ്റിയിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവണം. പിന്നെ കൺസൾട്ടന്റ്, പേഷ്യന്റിനെ ആരാണോ കൺസൾട്ടന്റ് ചെയ്യണ ഡോക്ടർ, അവര് അല്ല വെറുതെ ഉള്ള ഒരു ഡോക്ടർ അല്ല, അത്യാവശ്യമുള്ള ക്യാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ ഇല്ലേ, അവര് ഷുഡ് ബി അവൈലബിൾ, അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ RN വിത്ത് ട്രൈനഡ് EMT ട്രയാജ് സെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ട്രയാജ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ട്രയാജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രയാജ് സെക്ഷൻ എന്താ? എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, പെട്ടെന്ന് ഒരു ഗുരുതരാവസ്ഥയുള്ള പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് ട്രയാജ് സെക്ഷൻ. അങ്ങനത്തെ ഉള്ള ആ സെക്ഷനില്, ആ വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച 2 പേരുണ്ടായിരിക്കണം. പരിശീലനം ലഭിച്ചിട്ടുള്ള 2 പേര് അവിടെ ഉണ്ടായിരിക്കണം. ആ 2 പേര്, ഒന്ന് RN-ഉം ഒന്ന് EMT. RN ആരാ? രജിസ്റ്റേർഡ് നഴ്സ്. സാധാരണ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരല്ല, രജിസ്റ്റേർഡ് നഴ്സ്, എല്ലാം പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള രജിസ്റ്റർ ചെയ്ത നഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ EMT ആരാ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടീം. ഓക്കെ, ടീമല്ല, ടെക്നീഷ്യന്മാരെന്നും പറയും. അവർക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയണം, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാര്. അപ്പൊ അങ്ങനെയുള്ള ഇതും ട്രയാജ് സെക്ഷനിൽ ഉണ്ടായിരിക്കണം. അതാണ് RN വിത്ത് ട്രൈനഡ് EMT എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രയാജ് സെക്ഷനിൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആ ഒരു വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച ഈ 2 പേര് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ സ്കിൽഡ് നഴ്സിംഗ് ടീം, നല്ല സ്കിൽഡായ നഴ്സുമാര്, സാധാരണ നഴ്സുമാരല്ല, എല്ലാം എക്സ്പീരിയൻസ് ഉള്ളത്. കാരണം എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലേ, അവിടെ എപ്പോഴാ എമർജൻസി കെയർ കൊടുക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്കിൽഡ് നഴ്സിംഗ് ടീം ഉണ്ടായിരിക്കണം. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് എന്താ? രോഗനിർണയം, രോഗം കണ്ടുപിടിക്കാനുള്ള ടെക്നീഷ്യന്മാരുണ്ടായിരിക്കണം. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇപ്പൊ ഒരു അസുഖം കണ്ടുപിടിച്ചു, അതില് പുറത്തു പോയി കണ്ടുപിടിക്കാനായിട്ട് പോണ്ട. ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ടീം ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ, ഇപ്പൊ സ്കാൻ ചെയ്യണ രോഗം കണ്ടുപിടിക്കാം, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്റേ എടുത്താൽ പേഷ്യന്റിന് എന്താണ് എന്ന് ഉള്ളത്, എല്ലിന്റെ പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉള്ള ടെക്നീഷ്യൻസ്, ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് എന്താ? പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കാനും അതിനെ സഹായിക്കാനും അസിസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു എക്സിക്യൂട്ടീവ്സ് ആരാണോ അവർ ഉണ്ടായിരിക്കണം. പേഷ്യന്റിനെ എങ്ങനെ കെയർ ചെയ്യണേ, അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ പേഷ്യന്റിനെ സഹായിക്കാനുള്ള ഇത് ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം, കൺസൾട്ടൻസ് ഉണ്ടായിരിക്കണം. പിന്നെ 2 ട്രയാജ് സെക്ഷനിലെ ആൾക്കാരുണ്ടായിരിക്കണം, EMT RN. രജിസ്റ്റേർഡ് നഴ്സും എമർജൻസി മെഡിക്കൽ ടീം എന്നാണ് പറഞ്ഞത്. ടെക്നീഷ്യൻ ആണോ ടീമാണോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാട്ടാ. ഓക്കെ, EMT-യുടെ കാര്യം എന്താണ് പറഞ്ഞേ? ഇപ്പൊ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അല്ലേ ഞാൻ പറഞ്ഞേ? എമർജൻസി മെഡിക്കൽ ടീം എന്ന് പറഞ്ഞത് ആരാണ്? ടീം എന്ന് പറഞ്ഞില്ല, അപ്പൊ കൺഫ്യൂഷൻ ആയി. അങ്ങനെ ടീം എന്ന് പറഞ്ഞപ്പോ, ടീം എന്ന് പറഞ്ഞ ആളാരാ? ടീമാണോ ഒന്ന് നോക്കട്ടേക്കാ. EMT-യുടെ അത് നമ്മൾ കറക്റ്റ് ചെയ്ത് പോവാ. EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണല്ല, ടെക്നീഷ്യൻ അല്ലേ? ടെക്നീഷ്യൻ ആണ്. ക്രിട്ടിക്കലായ പേഷ്യന്റിന് someone who provide emergency care and life saving support to critically ill or injured patients outside or other than the hospital. എന്ന് വെച്ചാൽ പേഷ്യന്റ് ക്രിട്ടിക്കലായ പേഷ്യന്റിന് ഒരു എമർജൻസി കെയർ കൊടുക്കണതാണ് കേട്ടോ. അപ്പൊ ടെക്നീഷ്യൻ ആണ് EMT എന്ന് പറഞ്ഞത്. അപ്പൊ അല്ലാതെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചോ. ടീം എന്ന് പറഞ്ഞപ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഓപ്ഷനിൽ ടീം എന്ന് തരും, നിങ്ങളെ തെറ്റിക്കാനായിട്ട് ടീം എന്ന് തരും. അപ്പൊ എമർജൻസി എന്താ? മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്, അത് എഴുതി വെച്ചോ. പിന്നെ RN എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നഴ്സ്. ചിലപ്പോ നിങ്ങളോട് അബ്രിവേഷൻ ഒക്കെ ചോദിച്ചാലോ. ഓക്കെ, എഴുതി വെച്ചാ? ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടാ? അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞു. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സില് ഇനി വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ടെക്നീഷ്യന്മാർ വേണം, നല്ല സ്കിൽഡായ നഴ്സ് വേണം. പിന്നെ പേഷ്യന്റിനെ കെയർ ചെയ്യണം, അവരെ സഹായിക്കണം, അവരുടെ എക്സിക്യൂട്ടീവ്സ് അസിസ്റ്റന്റ് സഹായിക്കണം, ആരാണോ അത് വേണം. അത്രയുള്ള കാര്യങ്ങള് മാത്രമേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സിൽ വരുന്നുള്ളൂ. ഇതൊക്കെ വർക്ക് ഫോഴ്സിൽ വരുന്നതാണ്.
ഇനി നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്താണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതിന്റെ ഒരു സ്റ്റാഫ് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പേഷ്യൻസിനെ നോക്കാം നമുക്ക്. ആദ്യം തന്നെ അതിൽ വേണ്ടത് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കാണ്. എല്ലാവരും ഇവിടെ ഇല്ലേ? ഒരു കമ്പിട്ട് എല്ലാവരും റെസ്പോണ്ട് ഇല്ലല്ലോ. എന്താ പറ്റി? ഓരെടുക്കലുണ്ടാ? ഓറുണ്ടാ നിങ്ങക്ക്? ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവരും കമ്പിട്ട് ഇല്ല. ഓക്കെ ഓക്കെ, മനസ്സിലാവണില്ലേ? മനസ്സിലാവുന്നില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? ഓക്കെ, മനസ്സിലാവുന്നില്ല. ഡൗട്ടൊന്നും ഇല്ലാന്നാണോ? മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് അപ്പൊ ഇത് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറയുന്നത് 2 പേരുള്ളൂ. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും പിന്നെ രജിസ്ട്രേഷൻ ക്ലർക്ക് അറ്റ് അഡ്മിഷൻ ക്ലർക്ക്. അത് അറ്റെന്നുള്ളതും വെട്ടാം, അത് ഓറാക്കാം. ഈ രജിസ്ട്രേഷൻ ക്ലർക്കിനെ തന്നെയാണ് അഡ്മിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അറ്റല്ലാട്ടവിടെ അവിടെ ഓറാണ്. ഓ ആർ. അപ്പൊ ഈ മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് നമ്മൾ പറഞ്ഞു റിസപ്ഷനിലെ എമർജൻസി പേഷ്യന്റ് വരുമ്പോൾ ഫയൽ എടുക്കും അല്ലെ, ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു ഒരു റെക്കോർഡ് ചെയ്യും. ആ മെഡിക്കൽ റെക്കോർഡ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് പരിപാലിക്കണം, സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണ ഒരു ക്ലർക്കാണ് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു റെക്കോർഡില്ലേ, അത് പരിപാലിക്കുകയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ക്ലർക്കാണ് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. രണ്ടാമത് വരുന്നത് രജിസ്ട്രേഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലർക്ക്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അറ്റ് വേണ്ട, അതിന് പകരം ഓറ്. എല്ലാവരും വെട്ടിയിട്ട് അറ്റെന്നുള്ളടുത്ത് ഓറിടാം. അപ്പൊ അതെന്താ പറഞ്ഞേ? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ക്ലർക്ക് പേഷ്യന്റിന്റെ റെക്കോർഡ് രജിസ്റ്റർ ചെയ്യണത്. ഫസ്റ്റ് തന്നെ പേഷ്യന്റ് വരുമ്പോൾ ഒരു അഡ്മിഷൻ സമയത്ത് പേഷ്യന്റ് വന്നു അല്ലെ, ആ പേഷ്യന്റ് അഡ്മിഷൻ സമയത്ത് വരുമ്പോൾ പേഷ്യന്റിന്റെ പേര്, വയസ്സ്, സ്ഥലം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിലാണോ ഫീമെയിൽ ആണോ, ജെൻഡർ ഒക്കെ നോക്കിയിട്ട് ഒരു റെക്കോർഡ് ചെയ്യില്ലേ, അതൊക്കെ രജിസ്റ്റർ ചെയ്യലാണ് ഈ രജിസ്ട്രേഷൻ ക്ലർക്ക് എന്ന് പറയണത്. അതും അഡ്മിഷൻ ക്ലർക്ക് എന്ന് പറയണതും ഇത് തന്നെയാണ്. പേഷ്യന്റ് വരുന്ന സമയത്ത് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അത് തന്നെയാണ് അഡ്മിഷൻ ക്ലർക്കും രജിസ്ട്രേഷൻ ക്ലർക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ അറ്റ് എന്ന് പറഞ്ഞത് തിരുത്തണം, അത്രയുള്ളൂ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫില് 2 പേരുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫില് 2 മെമ്പേഴ്സ് ഉണ്ട്. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും ഉണ്ട്, രജിസ്ട്രേഷൻ ക്ലർക്കും ഉണ്ട്. ഈ 2 പേരെ മറക്കരുത്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിലുള്ളവരാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റെക്കോർഡ്സ്. റെക്കോർഡ്സിൽ എന്തൊക്കെയുണ്ട് നോക്കാം. റെക്കോർഡ് സെക്ഷനിൽ എന്തൊക്കെയുണ്ട്? എന്തിനൊക്കെയാണ് റെക്കോർഡ്സ് എന്ന് പറയണേ? നമ്മൾ പറഞ്ഞു റെക്കോർഡ് എന്തൊക്കെ ചേരുമ്പോൾ റെക്കോർഡ് ആവണേ. ഒന്നാമത് പേഷ്യന്റ് റെക്കോർഡ്. അതിൽ ആദ്യത്തെ റെക്കോർഡ് ആരായിരിക്കും? രോഗിയുടെ റെക്കോർഡ്, പേഷ്യന്റിന്റെ റെക്കോർഡാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ റെക്കോർഡിൽ എന്തായിരിക്കും? കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ പറഞ്ഞു കാഷ്വാലിറ്റി അല്ലേ, ഏതൊരു പേഷ്യന്റിനും ആദ്യം തന്നെ ഒരു കെയർ കൊടുക്കാൻ കിട്ടുന്നത് എവിടെ? കാഷ്വാലിറ്റിയിലാണ്. അപ്പൊ ആ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യന്റ് എല്ലാവരും ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെന്നില്ല അല്ലേ. അപ്പൊ ചെറിയ പേഷ്യന്റ് ഒക്കെ അവിടെ തന്നെ മരിക്കും. കാഷ്വാലിറ്റിയിൽ മരിക്കുന്ന പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യാം. കാഷ്വാലിറ്റിയിൽ മരിക്കുന്ന പേഷ്യന്റിനെ രജിസ്റ്റർ ചെയ്യും. അതും വന്നത് റെക്കോർഡ്സിലാണ് തന്നെ. അപ്പൊ റെക്കോർഡ്സിൽ അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം, റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഷെൽഫ് ഓർക്കാം. ഒരു റൂമില് ഒരു വലിയ ഷെൽഫാണ്. ആ ഷെൽഫില് ഫുള്ള് റെക്കോർഡ്സുകൾ വെക്കാൻ പോകുന്നു. ഓക്കെ, ആ റൂമിന് നമ്മൾ പേരിട്ടു, ഇത് റെക്കോർഡ് റൂമാണ്. ആ റൂമിന് നമ്മൾ പേരിട്ടു എന്താ? റെക്കോർഡ് റൂം. ആ റെക്കോർഡ് റൂമിൽ ആദ്യത്തെ മുകളിലത്തെ ഷെൽഫിൽ ഫസ്റ്റ് തന്നെ എന്തായിരിക്കണേ? പേഷ്യൻസിന്റെ റെക്കോർഡ്സ്. ഫസ്റ്റ് എന്തായിരിക്കണേ? പേഷ്യൻസിന്റെ റെക്കോർഡ്സ്. രണ്ടാമതിരിക്കുന്നത് കാഷ്വാലിറ്റിയിൽ മരിച്ചു പോയവരുടെ രജിസ്റ്റർ ബുക്ക്. രണ്ടാമതിരിക്കുന്നത് എന്താ? കാഷ്വാലിറ്റിയിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മരിച്ചു പോയവരുടെ രജിസ്റ്റർ റെക്കോർഡ്. ചില പേഷ്യന്റ് വീട്ടിൽ നിന്ന് തന്നെ, ചില പേഷ്യന്റ് ഇങ്ങനെ ഭയങ്കര നെഞ്ചുവേദനയൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് വരുന്നു, ഹോസ്പിറ്റലിന്റെ അക്കാണ്ടി എത്തുമ്പോഴത്തേനും മരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു വീട്ടിലോട്ട് കൊണ്ടുപോവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇത്തിരി ജീവൻ ചിലപ്പോൾ ഉണ്ടായാലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവര് വേഗം പേഷ്യന്റിനെ കൊണ്ടുപോയി ഐസിയുവിൽ കയറ്റുന്നത്, ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്, ഇത്രയും കാശ് കിട്ടുന്നതൊക്കെ പറഞ്ഞ് നമ്മളിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ എന്താ? ശരിക്കും പേഷ്യന്റ് മരിച്ചു. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ പേഷ്യന്റ് മരിച്ചു. എന്നാൽ അവരൊരു 3-4 മണിക്കൂർ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ
കിടത്തും. എന്തിനു വേണ്ടിയിട്ടാ? ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ കിട്ടണമെങ്കിൽ പോരട്ടെ. ആ പേഷ്യന്റ് ഒരു അരമണിക്കൂർ കിടന്നാലും ഇവർക്ക് ക്യാഷാണ് അല്ലെ. അപ്പൊ ആ പേഷ്യന്റ് അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ട് ഇപ്പൊ അവസ്ഥ, രക്ഷാജീവൻ ഉണ്ടാന്ന് ചോദിക്കുമ്പോ പറയും ഇല്ല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, ഭയങ്കര സീരിയസ് ആണെന്ന് പറയും. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ പറയും പേഷ്യന്റ് മരിച്ചെന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ പേഷ്യന്റ് മരിക്കുമ്പോ ആ പേഷ്യന്റിന് ഒരു അവിടുത്തെ ഹോസ്പിറ്റലിലാണ് ആ പേഷ്യന്റ് അപ്പൊ മരിച്ചത് അവരാക്കും. അപ്പൊ പേഷ്യന്റിന് ഒരു കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഉണ്ടാവും. അതാണ് ഈ റെക്കോർഡ്സിൽ രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ഒരു പേഷ്യന്റ് വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യും. നമ്മൾ പറഞ്ഞു റിസസിറ്റേഷൻ ഏരിയ എന്നൊക്കെ അല്ലെ. അപ്പൊ അവിടെ ഒബ്സർവ് ചെയ്ത് പേഷ്യന്റിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോളോ അപ്പ് എടുത്തിട്ടുണ്ടാവും. പേഷ്യന്റിനെ ഇന്ന് രാവിലെ എന്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ, പേഷ്യന്റ് ഉച്ചയായപ്പോ എന്താണ് കണ്ടീഷൻ, വൈകുന്നേരമായപ്പോ കണ്ടീഷൻ കൂടിയാ കുറഞ്ഞ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതും നമ്മൾ മൂന്നാമത് റെക്കോർഡ്സിന്റെ ആ ഷെൽഫിൽ മൂന്നാമത് വെക്കും. ഓക്കെ. നെക്സ്റ്റ് റെഫറൽ റെക്കോർഡ്. റെഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഒന്നല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തതാവാം, അല്ലെങ്കിൽ പേഷ്യന്റിനെ ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തതാവാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഇന്ന പേഷ്യന്റിനെ ഇന്ന ടൈമിൽ ഇന്ന ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള റെക്കോർഡ്സ്, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ പേഷ്യന്റ് ഇന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള റെക്കോർഡും എവിടെ വേണം? ഈ റെക്കോർഡ്സിൽ നാലാമത്തെ സ്ഥാനത്ത് വേണം റെഫറൽ റെക്കോർഡ്. എല്ലാവരും മനസ്സിലാവണില്ലേ? ഇല്ല ഇവിടെ? ഓക്കെ. നെക്സ്റ്റ്. ഓക്കെ. ഓക്കെ. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് എന്താ? നമ്മൾ എന്താ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്? നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നു, ഒരു ദിവസം നമ്മുടെ കൂടെ നിന്ന് പേഷ്യന്റിന് ഭയങ്കര ചുമ ഉണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു, നമ്മൾ അതിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തു. പിന്നെ പേഷ്യന്റിന് വലിയ മുറിവുണ്ടായി, അതൊക്കെ വെച്ച് കെട്ടി നമ്മള് മുറിവൊക്കെ വെച്ച്, അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത ഒരു റെക്കോർഡ് ഉണ്ട്, അതാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്. അതും നമ്മൾ എന്ത് ചെയ്യണം? അതും നമ്മള് റെക്കോർഡിൽ വെക്കണം. പിന്നെ മൈനർ OT റെക്കോർഡ്സ്, ചെറിയ ഓപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, OT എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള റെക്കോർഡ്സ്. ഓപ്പറേഷൻ തിയേറ്റർ ആണ് OT എന്ന് പറയുന്നത്. അപ്പൊ മൈനർ എന്ന് പറയുന്നത് എന്താ? ചെറിയ ചെറിയ ഓപ്പറേഷൻസ്, വലിയ ഓപ്പറേഷൻസ് അല്ല, ചെറിയ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. നമ്മളോട് പറയും ചെറിയ വല്ല കുരുവൊക്കെ ഇട്ടിങ്ങനെ പറയും ഒരു 10 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഓപ്പറേഷൻ കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാ. അപ്പൊ മൈനർ ആണ്, നിങ്ങൾ പേടിക്കണ്ട, ഇതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മൈനർ ഓപ്പറേഷൻ, അതിന്റെ റെക്കോർഡ്സ്. പിന്നെ ഇൻസിഡന്റ് റെക്കോർഡ്സ് ആൻഡ് ദ രജിസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ഇൻസിഡൻസ് റെക്കോർഡ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലുമുള്ള സംഭവങ്ങൾ സംഭവിച്ചത്, ഇൻസിഡന്റ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം അല്ലെ. ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്ത് ഇൻസിഡന്റാ? ഇപ്പൊ ഗ്യാസ് പൊട്ടിത്തെറിച്ചു, അതൊരു സംഭവമാണ്, അതൊരു ഇൻസിഡന്റ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഗ്യാസ് പൊട്ടിത്തെറിച്ചു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവരുന്ന അവസ്ഥ, കൊണ്ടുവന്ന് കഴിഞ്ഞ് പേഷ്യന്റ് അപ്പൊ തന്നെ മരിച്ചുപോയി, അപ്പൊ അതൊരു ഇൻസിഡൻസ്. അത് ഡെത്ത് റെക്കോർഡ്സിലും വരും. അതുപോലെ തന്നെ അതൊരു സംഭവമാണ്, എന്താ സംഭവം എന്നുള്ള കാരണം. അപ്പൊ അതിലൊരു ഇൻസിഡന്റ് റിപ്പോർട്ട്സ് ഉണ്ടാവും, അത് രജിസ്റ്റർ ചെയ്യണം വേണം, അങ്ങനത്തെ ഉള്ള റെക്കോർഡ്സുകൾക്ക്. പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ കാറ്റഗറിപ്പെട്ട വിഭാഗക്കാരുടെ അറ്റൻഡൻസ് അല്ലെ, എല്ലാ കാറ്റഗറിയിലുണ്ട്. അപ്പൊ അവരുടെ കാറ്റഗറിയിലുള്ള ആ സ്റ്റാഫ് ഹോസ്പിറ്റലിൽ എല്ലാ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ ഇന്ന സമയത്ത് വന്നു, നഴ്സ് വന്നു, പിന്നെ ഫാർമസിയിലെ ഒരാൾ വന്നു, ലാബിലെ വന്നു, അറ്റൻഡർ വന്നു, പിയൂൺ വന്നു, ഇവർക്കൊക്കെ കൂടി എല്ലാവർക്കും കൂടി സെപ്പറേറ്റ് എന്തുണ്ടാവും? ഒരേ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും ഇല്ലേ. നഴ്സുമാർക്ക് വേറൊരു രജിസ്റ്റർ, എല്ലാവർക്കും ഒരേ അറ്റൻഡൻസ്. അപ്പൊ അവര് രാവിലെ വന്ന് വൈകുന്നേരം പോണ വരെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ അവരെന്ത് വേണം? സൈൻ ചെയ്ത് വെക്കണം. നമ്മൾ ഇന്ന സമയത്ത് വന്നു, ഇന്ന സമയത്ത് പോകണമെന്നുള്ള സൈൻ, ഞാൻ ഇന്ന് വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് റെക്കോർഡ്സിൽ വരും. റെക്കോർഡ്സിൽ വേണ്ട കാര്യങ്ങളാണ് ഈ പറയണത് കേട്ടോ. നെക്സ്റ്റ് ഓൾ ഡോക്യുമെന്റ്സ്. പിന്നെന്താ? രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഡ്യൂട്ടീസ്. നമ്മള് ഡ്യൂട്ടി ഡോക്ടർമാർ ആരൊക്കെ ഉണ്ട്? ചിലപ്പോ 3 ഡ്യൂട്ടി ഡോക്ടർമാരുണ്ടാവുള്ളായിരിക്കും. ഒരു ഡ്യൂട്ടി ഡോക്ടർ കാഷ്വാലിറ്റിയിൽ, ഒരു ഡ്യൂട്ടി ഡോക്ടർ ചിലപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ, അല്ലെങ്കിൽ ICUയിൽ ഒരു ഡോക്ടർ. അപ്പൊ അങ്ങനെയുള്ള എത്ര ഡ്യൂട്ടി ഡോക്ടർമാർ അവിടെ ഉണ്ട്, ഏതൊക്കെ ഡ്യൂട്ടി ഡോക്ടർ ആണെന്നുള്ള കാര്യങ്ങളും കറക്റ്റ് റെക്കോർഡ് ചെയ്യണം. അതും റെക്കോർഡ്സിൽ വരും. പിന്നെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഞാനൊരു ഷെൽഫിൽ റെക്കോർഡ് എന്ന് പറയണത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനാ പറയണേട്ടാ.
അപ്പൊ ഷെൽഫ് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ഓർക്കണം. ഇത് റെക്കോർഡ്സ് കളക്ട് ചെയ്ത് വെക്കണാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഡ്യൂട്ടി ഡോക്ടർമാരുണ്ട്. എന്തെങ്കിലും ഐ സ്പെഷ്യലിസ്റ്റ്, ഒരു ഹോസ്പിറ്റലൊക്കെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ചെവിക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഐക്ക് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അതിനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്യാനാണ്, ഒരു അസുഖത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അവർ അതിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിലെന്ത് ചോദിച്ചാലും എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും നമ്മൾ ഈ സ്പെഷ്യലിസ്റ്റ് ഏതിനാണോ ഇവര് കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ആയേക്കണം അത് ചോദിച്ചാൽ അവർക്ക് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യണം. ഡ്യൂട്ടി ഡോക്ടർ എത്ര ഉണ്ടെന്നുള്ളതും രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഓൾ ഡോക്യുമെന്റ്, അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഉള്ള ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. എല്ലാ ഡോക്യുമെന്റും ഉണ്ടായിരിക്കണം. റെക്കോർഡ്സ് റെക്കോർഡ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണതാണ്. അപ്പൊ റെക്കോർഡ്സിൽ പിന്നെ ഉണ്ടാവുന്നത് അഡ്മിഷൻ, പേഷ്യന്റ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു കാർഡ് തരും ഇല്ലേ, ആ അഡ്മിഷൻ കാർഡ്, പേഷ്യന്റിന്റെ രോഗവിവരങ്ങളുള്ള കേസ് ഷീറ്റ്, പിന്നെ ഡ്രഗ് ചാർട്ട്, മരുന്നുകൾ, ഇന്ന സ്ഥലത്ത് മരുന്നുകൾ എഴുതിയിട്ടുള്ള ഡ്രഗ് ചാർട്ട്, മരിച്ചുപോയി പേഷ്യന്റ്, അപ്പൊ നമുക്ക് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം കിട്ടും. ഇതെല്ലാരും ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കണം. പിന്നെ MLC റെക്കോർഡ് വിത്ത് ഓൾ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ് ആൻഡ് കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ അണ്ടർ CMO കാഷ്വാലിറ്റി. അതുപോലെ തന്നെ MLC റെക്കോർഡ് എന്ന് വെച്ചാൽ മെഡിക്കൽ ലീഗോ കേസ് അങ്ങനത്തെ കേസുകളൊക്കെ വരെയാണെങ്കിൽ അതൊക്കെ സൂക്ഷിക്കേണ്ടത് എവിടെയാണ്? CMO കാഷ്വാലിറ്റിയിൽ. എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? കാഷ്വാലിറ്റിയിലുള്ള ആ CMOയില് എല്ലാ ഡയഗ്നോസ്റ്റിക്കും ഇൻവെസ്റ്റിഗേഷൻസിന്റെ ഫലങ്ങൾ അടങ്ങിയ എന്താ പറഞ്ഞത്, എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ്, പേഷ്യൻസിന്റെ എന്തെല്ലാം റിസർച്ച് ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ട്രീറ്റ്മെന്റ്, എന്തെല്ലാം എക്സ്റേ എടുത്തിട്ടുണ്ടോ, ECG എടുത്തിട്ടുണ്ടോ, അതിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ഒരുമിച്ച് മേടിക്കുക. അത് കളക്ട് ചെയ്തിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് മെഡിക്കൽ ലീഗോ റെക്കോർഡ്, മെഡിക്കൽ ലീഗോ കേസ് എന്ന് വെച്ചാൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ അല്ല, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് CMO. അതാണ് കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർ. CMO ആണ് ആർക്ക് ചോദിച്ചത്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്. ഓക്കെ. അപ്പൊ അവിടെ കൊണ്ടുപോയി വെക്കണം. അവിടെ എന്ത് വെക്കണം നമ്മള്? അപ്പൊ ഈ എല്ലാ പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക്സ് ഉള്ള ആ റിസൾട്ട്സുകളും പിന്നെ മെഡിക്കൽ ലീഗോ കേസ് അതിന്റെ റെക്കോർഡ്സ്. മെഡിക്കൽ ലീഗോ കേസ് എന്ന് വെച്ചാൽ പേഷ്യന്റിന് ഇപ്പൊ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിലും ആ പേഷ്യന്റിന്റെ കേസ് എടുക്കും, പോലീസ് വന്ന് കേസ് എടുക്കും. അപ്പൊ അതിനൊരു രജിസ്റ്റർ ഉണ്ടാവും. അങ്ങനെയുള്ള ആ മെഡിക്കൽ ലീഗൽ കേസിന്റെയും അതിന്റെ എല്ലാത്തിന്റെയും എന്ത് വേണം? ആ സർട്ടിഫിക്കറ്റുകൾ, റെക്കോർഡ്സുകളൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ട് അത് ലോക്ക് ചെയ്യണം. അത് സൂക്ഷിച്ചു വെക്കണം. എവിടെ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം? ആരുടെ കീഴിലാ? CMOയുടെ കീഴില്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ കീഴിൽ വേണം ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട്. CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന്റെ കീഴിൽ വേണം. ഓക്കെ. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? അപ്പൊ അത്രേ ഉള്ളൂ അവിടെ കാര്യങ്ങള്. ഇനി നമ്മൾ നെക്സ്റ്റ് മെഡിക്കോ ലീഗൽ കേസിലെ ആക്സിഡന്റ്, ട്രോമ, ഇതെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു MLC എന്ന് പറഞ്ഞു അല്ലെ? MLC റെക്കോർഡുകളും പിന്നെ പേഷ്യന്റിന്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ് ഒക്കെ കാഷ്വാലിറ്റിയുടെ CMOയുടെ കീഴിൽ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെയാവുമ്പോൾ മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ്, ബ്രോട്ട് ടു ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് അറ്റ് MLC. എന്ന് വെച്ചാൽ എന്തെങ്കിലും അപകടങ്ങൾ നടന്നു, എന്തെങ്കിലും ആക്സിഡന്റ്, ട്രോമ എന്ന് വെച്ചാൽ എന്താ? ആഘാതം, എന്തെങ്കിലും ഷോക്കേറ്റ്, പിന്നെ എന്തെങ്കിലും ആക്രമണം, അസാൾട്ട് എന്ന് വെച്ചാൽ എന്താ? ആക്രമണം, കൊലപാതകമൊക്കെ ഇല്ലേ അങ്ങനെ. പിന്നെ റേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തെങ്കിലും റേപ്പ് ചെയ്യണത്, പീഡനം അങ്ങനെ. പിന്നെ എന്താ? റേപ്പ്, പിന്നെ പോയിസണിങ്, വിഷം കഴിച്ചിട്ട് വരാം, പിന്നെ അൺകോൺഷ്യസ്, അബോധാവസ്ഥയിലാവാം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബ്രോട്ട് ഡെഡ്, മരിച്ചവരുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ കറക്റ്റ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് എന്ന് വെച്ചാല് സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. അതെല്ലാരും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കണം? സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. ഇതൊക്കെ മെഡിക്കോ ലീഗൽ കേസായി, ഇതൊക്കെ കേസായി അല്ലെ? റേപ്പ് എന്നൊക്കെ പറയണത് ഭയങ്കര കേസാണ്. പോസ്കോ പ്രകാരം എത്ര കൊല്ലം വേണമെങ്കിലും ജയിലിൽ കിടക്കാം. അപ്പൊ അങ്ങനത്തെ ഏതൊരു പേഷ്യന്റിനെ അങ്ങനെയുള്ള അതൊക്കെ കിട്ടണ സർട്ടിഫിക്കറ്റ് എവിടെന്നാ? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടണത് അല്ലേ? അപ്പൊ
ഹോസ്പിറ്റലിലാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ആർക്കാ? ഹോസ്പിറ്റലുകാർക്കാ അല്ലെ? ഇപ്പൊ പോയിസൺ കഴിച്ചൊക്കെ വന്നാലും ഹോസ്പിറ്റലിൽ വന്നാൽ അവരെ ബാധിക്കും. ഇത് കേസിന്റെ പുറകെ നടക്കണ്ട. അപ്പൊ മെഡിക്കൽ ലീഗൽ കേസ് അവര് രജിസ്റ്റർ ചെയ്യണം. ഹോസ്പിറ്റലുകാർ അത് രജിസ്റ്റർ ചെയ്തു. അത് രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഹോസ്പിറ്റലുകാർക്കാണ്. ഓക്കെ. പിന്നെ പോലീസ് ഇന്റിമേഷൻ ബുക്ക് പോലീസിനെ അറിയിച്ചെന്നുള്ളതിനൊരു തെളിവ് വേണം ഇല്ലേ? ഹോസ്പിറ്റലുകാർ പോലീസിനെ അറിയിച്ചു, നമ്മൾ അറിയിച്ചിട്ട് പോലീസ് വന്നില്ല. 2 മണിക്കൂർ കഴിഞ്ഞു പോലീസ് പിന്നെയും വന്നില്ല. ആ പേഷ്യന്റ് ഡെത്ത് ആയിപ്പോയി, മരിച്ചുപോയി. പേഷ്യന്റ് മരിച്ചുപോയി കഴിഞ്ഞപ്പോ അസാൾട്ട് മീൻസ് എന്താ? ഞാൻ പറഞ്ഞല്ലോ, അസാൾട്ട് മീൻസ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടാ. നമ്മള് കൊലപാതകങ്ങൾ, ആക്രമണമില്ലേ? കൊലപാതകങ്ങളൊക്കെ പറയണത് അതാണ് അസാൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ആക്രമണം. ഓക്കെ. പിന്നെ ഇവിടെ പിന്നെ നമ്മള് പോലീസിനെ അറിയിക്കുന്ന ഒരു ബുക്ക് ഉണ്ട്, പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറയുന്നത്. ഈ പോലീസിനെ അറിയിച്ച് പോലീസ് പറയും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പേഷ്യന്റ് വന്നില്ല, അപ്പൊ പേഷ്യന്റ് മരിച്ചുപോയി. പിന്നെ കേസായി കഴിയുമ്പോൾ പോലീസുകാർ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല. അപ്പൊ ചിലപ്പോ നമ്മള് പറയണതാവില്ല അവര് പറയണത്, പിന്നെ നമ്മളാവും പ്രതിക്കും. ആ ഹോസ്പിറ്റലുകാർ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താ പോലീസ് ഇന്റിമേഷൻ ബുക്ക്, പോലീസിനെ അറിയിച്ചിട്ടുള്ള ഒരു രേഖ, അതിനൊരു അറിയിപ്പ് കിട്ടിയ ഒരു ബുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴും കളക്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ തെളിവാണ്, എവിഡൻസ് അല്ലെ? എവിഡൻസ് ഇല്ലാണ്ട് ഒരു കാര്യമില്ല. കാരണം എന്താ, ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാല് റേപ്പ്, പോയ്സണിങ്, അസാൾട്ട്, ആക്രമണം, കൊലപാതകമൊക്കെ വന്നു കഴിഞ്ഞാൽ കേസാണ്. വല്ല കത്തിക്കുത്തി വന്നാലും അസാൾട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ പെടും. ആക്രമണം എന്ന് പറഞ്ഞാൽ എല്ലാ ആക്രമണവും പെടും. കത്തിക്കുത്തല്, പിന്നെ ആസിഡ് ഒഴിക്കല്, മുഖത്ത് ആസിഡ് ഒഴിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആക്രമണത്തിൽ പെടും. അതാണ് അസാൾട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ. RTA എന്ന് വെച്ചാൽ എവിടെ? RTA ചോദിച്ചേ കഴിഞ്ഞ്, നമ്മൾ ഇത്രയും കഴിഞ്ഞു. MLC മെഡിക്കൽ ലീഗ് കേസ്, മെഡിക്കൽ ലീഗോ കേസ്. നമ്മൾ ഇവിടെ MLC പഠിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ഇവിടെയാണോ MLC പഠിച്ച ഈ പാഠത്തില്? നിങ്ങളല്ല പഠിച്ചത്, വേറെ ക്ലാസ്സിലാണ്. MLC മെഡിക്കൽ ലീഗൽ കേസ് കഴിഞ്ഞ് വെച്ചോ. ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസിൽ രജിസ്റ്റർ ചെയ്യും, അത് കേസായി. ഓക്കെ. ലീഗൽ നിയമപരമായിട്ട് കേസ് ചെയ്യുന്നതാണ് മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇവിടം വരെ മതി. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. മെഡിക്കൽ ലീഗൽ കേസ്. ഓക്കെ. ലീഗൽ എന്നും പറയാം, ലീഗോ എന്നും പറയും. മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് ശരിക്കും പറയാം. മെഡിക്കോ, MEDICO ആണ്. മെഡിക്കൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, തെറ്റില്ല, രണ്ടും ഒന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ഇത്രയും നമുക്ക് എടുക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഇത് തീരും, ഈ ചാപ്റ്റർ തീരും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 ഇപ്പൊ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ എടുക്കാനുണ്ട്? മൊഡ്യൂൾ 1 എല്ലാം തീർന്ന? ഇല്ല, മൊഡ്യൂൾ 1 തീർന്നിട്ടില്ല. ഓക്കെ. മൊഡ്യൂൾ 1 എല്ലാം തീർന്നിട്ട് മൊഡ്യൂൾ